അഫാൻ്റെ ഉപ്പ റഹീം ഇന്ന് നാട്ടിലെത്തി. കുടുംബാംഗങ്ങളുടെ തൻ്റെ പൊന്നുമകനായ അഫ്സാനിൻ്റെയും പ്രിയപ്പെട്ട മാതാവ് സൽമ ബീവിയുടെയും കബറിങ്ങൾ ചെന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച ഏതു മനുഷ്യൻ്റെയും കണ്ണു നിറക്കുന്നതാണ്. തൻ്റെ ഇളയ മകനായ അഫ്സാന് 6 വയസ്സുണ്ടാകുമ്പോഴാണ് അബ്ദുറഹീം എന്ന ഈ പിതാവ് ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം അദ്ദേഹം അവിടെ നേരിട്ടത് വലിയ പ്രയാസങ്ങൾ തന്നെയായിരുന്നു. കടബാധ്യത മൂലം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ 7 വർഷമാണ് റഹീം എന്ന ഈ പിതാവ് വേദന തിന്ന് വിദേശത്ത് കഴിഞ്ഞത്. തൻ്റെ മക്കളെപ്പോലും കാണാൻ കഴിയാതെ വലിയ പ്രയാസം തന്നെയാണ് ഇദ്ദേഹം അവിടെ അനുഭവിച്ചത്. ഇദ്ദേഹത്തിനുണ്ടായ കടബാധ്യതയെക്കുറിച്ചും അദ്ദേഹം നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ചും അഫാൻ്റെ ഉപ്പയായ റഹീം പറയുന്നത് കേൾക്കാം. 25 വർഷം ശരിക്കും എന്തായിരുന്നു ഈ കടയിൽ എന്തായിരുന്നു? കട ഞാൻ കഫീലിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് നടത്തിയത്. കഫീലിന് മാസം 6000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ബാക്കി ഞാൻ നല്ലപോലെ പൈസ ഉണ്ടാക്കിയാണ് നല്ല വീടൊക്കെ വെച്ച്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം അത് എന്റെ ഫാമിലി 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് കുറച്ച് ബാധ്യത ഇങ്ങനെ വന്നു. പിന്നെ കുറെ ഇങ്ങനെ പൈസ എടുത്ത് കച്ചവടം അടച്ചോണ്ടിരുന്നു. ഡെയിലി ഞാൻ വാങ്ങിച്ച് യമനികൾ പിന്നെ മലയാളിക്ക് യമനികളെ കടയിൽ ലൈസൻസ് പിന്നെ ഗാമ ഒരാൾ ഇങ്ങനെയാണ് പൈസ തരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നു അടച്ചോണ്ടിരുന്നു. പറ്റുമെന്ന് ഇപ്പൊ ഈ അടുത്ത സമയത്ത് കച്ചവടം ഡൗണായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഫീലിന് കൊടുക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൊണ്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു കച്ചവടം. അപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ കുറച്ച് 2 വിൽക്കാണ് അടുത്തടുത്ത് 2 പൈസ എടുത്തു. 30 അറിയാലോ എടുത്ത് അതിൽ കുറച്ചേ അടച്ചും കൊടുത്തു. അതിനിടയിൽ ഒരു ജാമ്യം വേറെ മലയാളി ഉണ്ടായിരുന്നു, പാലക്കാട്ടുകാരൻ. അപ്പൊ അവന് ഞാനിങ്ങനെ ഇങ്ങോട്ട് ദിവാങ്കോട്ട് മാറിയപ്പോൾ ഇവൻ പെട്ടെന്ന് നാട്ടിൽ പോയി. അവന്റെ ബാധ്യങ്ങൾ എനിക്കായി. ഞാൻ ജാമ്യം അവന് പൈസ എടുത്ത് കൊടുത്തു. അവന് ജാമ്യത്തിൽ ഞാനും പൈസ എടുത്തു. പക്ഷെ അവൻ വരാത്തതുകൊണ്ട് അവന്റെ പൈസ കൂടെ ഞാൻ അടയ്ക്കേണ്ട ഇതാണ്. അതായത് ഏകദേശം 21,000 റിയാലോളം ഈ എനിക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു മലയാളിക്ക് ഒരു നാട്ടിൽ 5 ലക്ഷം രൂപയോളം ഉണ്ട്. പിന്നെ ഒരു 3 ലക്ഷം രൂപ നാട്ടിലുള്ള അടവ് പറയുമ്പോൾ ഒരു 5 ലക്ഷം രൂപ 5 ലക്ഷം വരത്തിനുള്ള അകത്തുള്ള ബാങ്കിൽ ലോൺ ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ വീട് നിൽക്കാൻ ശ്രമിച്ചത് വീടിക്ക് ഈ കടങ്ങൾ എന്നിട്ടും ഞാൻ പോകണ്ടെന്ന് കാര്യം ഇവിടെ നിന്നിട്ട് ഇവിടെയും ജോലി ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ജോലി ചെയ്ത് 1-2 വർഷം കടങ്ങൾ തീർത്തിട്ട് നല്ലതുപോലെ ജോലി നമുക്ക് ജീവിക്കാം. അവനെ കൂടെ കൊണ്ടുവന്നതിന് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ്. എവിടെയാണ് പഠിച്ചത് എന്ത് തോന്നുന്നു? അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എവിടെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഈ ഏകദേശം 2 മാസം മുന്നോട്ടാണ് ഒരു കഴക്കൂട്ടത്ത് ഒരു വെള്ളം വണ്ടി ഓടിക്കാൻ പോയാൽ. അപ്പൊ ഈ പോയിട്ട് വരുമ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിയും. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് രാവിലെ പോയാൽ 10 മണിയൊക്കെ ആകും. പിന്നെ അതിനുശേഷം ഈ നമ്മൾ ഹങ്കർ സ്റ്റേഷൻ പോലെയുള്ള കഴക്കൂട്ടത്ത് അതുപോലുള്ള ഫുഡ് ഡെലിവറിക്ക് അതിനും പോകുമായിരുന്നു. കാശുണ്ടാക്കാനുള്ള ശ്രമത്തിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കാനും ആ പൈസയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന ഒരാളാണ്. അങ്ങനെ ചെയ്തോണ്ടിരുന്നവന് പിന്നീട് ഇടയ്ക്ക് എന്തെങ്കിലും കൂട്ടുകാരായിട്ട് കൂടി എന്തെങ്കിലും ചെയ്തോ എന്നൊന്നും അറിയത്തില്ല. എന്റെ വൈദ്യുതി പോലെ പറഞ്ഞു പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. ഞാൻ നടക്കണില്ലേ. അപ്പൊ എന്റെ സഹോദരിയുടെ മോള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെയാണ് ഒരു പെണ്ണിന്റെ ബൈക്കിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത്തെ കാലത്തിൽ ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു. അതൊന്നും വിഷയമാക്കി എടുക്കേണ്ട ഇട്ടേക്ക് എന്ന് പറഞ്ഞു. ഏകദേശം കളക്ഷനൊന്നുമില്ല, ചെയ്തില്ല. ഓപ്പറേഷൻ ചെയ്ത് നല്ല ഒരുപാട്